Hello, welcome to Kaumudi Movie Review. Superstar Rajani, Makkal Selvan, Vijay Sethupathi, Shashikumar, Nawasuddin Siddiqui എന്നിവർ ഒരു സ്ക്രീനിൽ ഒന്നിക്കുമ്പോൾ തന്നെ മാസാണ്. തമിഴകത്തിന്റെ സൂപ്പർസ്റ്റാറുകളും അഭിനയം കൊണ്ട് ബോളിവുഡിനെ അവരെ അമ്പരപ്പിച്ച നവാസുദ്ദീൻ സിദ്ദിഖിയും കാർത്തിക് സുബ്രാജ് ചിത്രത്തിൽ ഒന്നിച്ചപ്പോൾ ആദ്യാന്തം രജനീകാന്ത് തന്നെ സൂപ്പർസ്റ്റാർ ആകുന്ന ഒരു മായാജാലമായി പേട്ട. 2.5 മണിക്കൂറിലധികം നീളുന്ന രജനി വിളയാട്ടം, അതാണ് പേട്ട. രജനിഫൈഡ് ആകാൻ തയ്യാറായി എത്തുന്ന ആരാധകരെ ഒട്ടും നിരാശപ്പെടുത്തില്ല ചിത്രം. ചെന്നൈയിലെ ഒരു കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്ന സംഘർഷത്തിൽ ആരംഭിക്കുന്ന ചിത്രം ഒരു ഫ്ലാഷ് ബാക്ക് യാത്രയാണ്. ചെന്നൈയിലെ ഒരു പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ താൽക്കാലിക വാർഡൻ ഒഴിവിലേക്ക് മന്ത്രിയുടെ ശുപാർശയിൽ എത്തുകയാണ് രജനീകാന്ത് കഥാപാത്രം കാളി. രജനിഫൈഡ് ആകുന്നതിനൊപ്പം പ്രേക്ഷകരെ മാഗ്നിഫൈഡ് ആക്കുന്നത് തിരുവിന്റെ ഛായാഗ്രാഹണം തന്നെയാണ്. ഹേ റാം, ആളവന്താൻ, പുനർജനി, ഹംഗാമ, കീർത്തിചക്ര, ക്രിഷ് 3, ഭൂൽ ഭുലയ്യ, 24 തുടങ്ങി മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച തിരുവിന്റെ പേട്ടക്കാഴ്ചകൾ അതിമനോഹരമാണ്. നിറങ്ങൾ കൊണ്ട് നിറച്ച ഓരോ ഫ്രെയിമും കഥയ്ക്ക് മുൻപേ പ്രേക്ഷകരെ കാഴ്ചയിൽ കുരുക്കിയിടും. ഇൻഡോർ ഔട്ട്ഡോർ ലൊക്കേഷനുകളെ ഒരേപോലെ മനോഹരമാക്കാൻ ക്യാമറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചുവപ്പും മഞ്ഞയും നിറയുന്ന ഫ്രെയിമുകളും പ്രേക്ഷകരെ പിറകെ ഓടിക്കുന്ന ക്യാമറ മൂവ്മെന്റുകളും അതിഗംഭീരമാണ്. മാസ് മരണം മാസ് എന്ന ഗാനമടക്കം 4 മാസ് ഗാനങ്ങളാണ് പേട്ടയിലുള്ളത്. അതുപോലെ തന്നെ അനിരുദ്ധിന്റെ സംഗീതം തുടക്കം മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. രജനിയുടെ നൃത്തരംഗങ്ങൾക്കൊപ്പം സിനിമയുടെ മൂടിനത്ത ഗാനങ്ങളാണ് പേട്ടയെ ഒരു കൃത്യമായ രജനി ചിത്രമാക്കി മാറ്റുന്നത്. പീറ്റർ ഹെനിന്റെ സംഘടന രംഗങ്ങളും അതിഗംഭീരമായിട്ടുണ്ട്. മതവൈര്യത്തിന്റെ കാലഘട്ടത്തിൽ മനോഹരമായ ഒരു ഹിന്ദു മുസ്ലിം സൗഹൃദം ചർച്ച ചെയ്യാനാണ് പേട്ട ശ്രമിച്ചിരിക്കുന്നത്. ഒപ്പം തീവ്ര വലതുപക്ഷ ആശയങ്ങളെ എതിർക്കുന്നുമുണ്ട് കാർത്തിക് സുബ്രാജ്. ഗോവധ കലാപം അടക്കമുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനൊപ്പം യഥാർത്ഥ ധർമ്മ വിജയം എന്തെന്നും കാർത്തിക് സുബ്രാജ് പറഞ്ഞു വച്ചിട്ടുണ്ട്. പേട്ടയുടെ ഭാര്യ സരോ ആയി തൃഷ, മാലിക്കിന്റെ ഭാര്യയായി മാളവിക മോഹൻ, മംഗളം എന്ന കഥാപാത്രമായി സിമ്രാൻ എന്നിവരെല്ലാം വന്നു പോകുന്നുണ്ടെങ്കിലും സുപ്രധാന റോളുകളൊന്നും കൈകാര്യം ചെയ്യാനില്ല. എന്നാൽ ബോബി സിംഹയുടെ മൈക്കിൾ, മലയാളി സാന്നിധ്യമായി മണികണ്ഠൻ എന്നിവരെല്ലാം തന്നെ വളരെ മികച്ച പ്രകടനം പേട്ടയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്.